അങ്ങനെ എല്ലാം കഴിഞ്ഞു. എനിക്കിതിങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അമ്മ. ഞാൻ പോയാലോ? എന്റെ നെഞ്ചാകെ പൊട്ട. എന്റെ അനന്തുന്റെ കല്യാണം കഴിഞ്ഞു. ഞാനിതിങ്ങനെ സഹിക്കമ്മ. ഞാൻ പോട്ടെ. അനന്തു തന്റെ സോൾമേറ്റ് അല്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞാ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? അപ്പോ അതിനർത്ഥം നീ അവനെ സോൾമേറ്റ് എന്ന് പറഞ്ഞു നടന്നത്? ഓഹോ, നീ അവനെ ടൂർ ചെയ്യുകയായിരുന്നല്ലടാ. എടാ, നീ അവന്റെ പരിസരത്ത് കണ്ടുപോയി നിന്റെ മുട്ടുകാലം തന്നെ എടുക്കും. ഓ ജീനി, എന്ത് തേങ്ങയെ പറയുന്നേ? ഞാൻ അവനൊരു ബെറ്റ് വെച്ചിരുന്നു. ഞങ്ങളിൽ ആരാണ് ആദ്യം വാങ്ങി കഴിക്കുന്നത് അയാൾക്കുള്ള ഹണിമൂൺ ടിക്കറ്റ് എടുത്തു കൊടുക്കണം. മാത്രല്ല 1 month എക്സ്പെൻസ് മുഴുവൻ മറ്റേയാൾ നോക്കണം. ഇപ്പൊ ഞാൻ ആ ബെറ്റ് തോറ്റുപോയിരിക്കുന്നു. ഈ തണ്ടി ഇത്ര എളുപ്പം കല്യാണം സെറ്റാക്കുന്നു ഞാൻ കരുതിയോ? ഓ, എന്റെ 1 മാസത്തെ സാലറി പോയി ജീനി. ഓ, അല്ലാതെ ട്യൂൺ ചെയ്യാൻ പറ്റിയ സാധനം. അളിയോ, കണ്ടില്ലേ എന്റെ കല്യാണം കഴിഞ്ഞ് ഈ അളിയന് തൃപ്തിയായി. അപ്പോ തന്റെ 1 മാസത്തെ സാലറിയും ആൻഡ് ഞങ്ങളുടെ ഹണിമൂൺ ടിക്കറ്റും വേഗം ഇങ്ങോട്ട് പോന്നോട്ടെ. എനിക്കധികം ടൈം കളയല്ല. കാരണം എന്താ അറിയോ? എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. വേഗം എടുത്തോ. ഒത്തണ്ടി ആദ്യം ജോലി കിട്ടിയപ്പോ ഇവനെ കളിയാക്കേണ്ടില്ലായിരുന്നു. ആ ബുദ്ധിയില്ലാത്ത കുഞ്ഞി തലയിട്ട് പോക്കാതെ വേഗം ക്യാഷ് സെൻഡ് ചെയ്തേക്ക്. ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. മഞ്ജു, ഇതെന്റെ സോൾമേറ്റ്. ഹായ് മനു, തന്നെ കുറിച്ച് ഒരുപാട് അനന്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വെച്ച ബെറ്റ് ഞാൻ കേട്ടു. അപ്പോ ഹണിമൂണിലുള്ള ടിക്കറ്റ് അത് തന്റെ വകയാണല്ലേ? അതൊക്കെ എന്റെ വകയാ. പക്ഷെ ഞാനും എന്റെ പെണ്ണും ഹണിമൂണിന് നിങ്ങളുടെ കൂടെ പോരണമെന്ന് കരുതിയതാ. പക്ഷേ ആ പ്ലാൻ മൂഞ്ചി പോയി. അപ്പോ മനുവിന്റെ കല്യാണം കഴിഞ്ഞതാണോ? കഴിഞ്ഞിട്ടില്ല. അടുത്ത മാസം ഞങ്ങളുടെ കെട്ട്. ഇവനെ ആദ്യം കെട്ടി. അതുകൊണ്ടാ ഈ ബെറ്റിൽ അവൻ ജയിച്ച്. എന്റെ പെണ്ണിനെ പരിചയപ്പെട്ടില്ലല്ലോ. അവളാളൊരു കൊറിയൻ ഭ്രാന്തിയാണ്. ഞാൻ വിളിക്കാം. എടി അനു, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വരുന്നിതാ. ഹായ് മഞ്ചേച്ചി, ഞാനാണ്. എനിക്ക് കൊറിയ പോയി വിയൊപ്പയെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ കിട്ടിയത് ഈ തൊപ്പയാണ്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇയാളെ കെട്ട് തന്നെ. എന്നാലും എന്റെ തലവിധി. അത് പിന്നെ പറയാണ്ടോ, BTS ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാവോ? BTS അതൊക്കെ ആരാ? എന്തായാലും ഇഷ്ടാന്ന് പറഞ്ഞേക്കോ. അതെ മഞ്ജു, എനിക്കും ഭയങ്കര ഇഷ്ടാന്ന് അവരെ. ഞാനൊരു ആർമിയാ. താങ്ക് ഗോഡ്. എന്തായാലും എനിക്ക് പറ്റിയ ഫാമിലിയേക്കാ ഞാൻ എത്തിച്ചേർന്നത്. അല്ല, ഞാനിപ്പോ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കുക്കിയുടെ ഇവിടെ കുറച്ചു നേരം മുന്നേ അണിഞ്ഞൊരുങ്ങി സന്തോഷം നടക്കുന്നുണ്ടായിരുന്നല്ലോ. അവളിപ്പോ കാണാനില്ലല്ലോ. അവളെവിടെ? അതിന്റെ കാര്യമൊന്നും പറയണ്ട. ആ തെക്കടുത്ത് സാറയുടെ മോളെ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. അത് ജൂണിന്റെ അമ്മ കേട്ടു. അതോടുകൂടി ജൂണിന് ആ പെണ്ണിനെ ഒന്ന് കല്യാണം ആലോചിച്ചു. അപ്പൊ കിടന്ന് മൂങ്ങുന്നതാ. എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോ കാര്യം എനിക്ക് അനുകൂലാണല്ലോ. എന്റെ മുന്നേ കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാന്ന് കരുതിയോടെ മാറി. ഞാൻ നിന്റെ ഫസ്റ്റ് നൈറ്റ് കോളാക്കി കൈ തന്നിരിക്കും. അതിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ മഞ്ജു ചേച്ചി. ഒരു പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? കാലം ഒരുപാടായി അവൾ ഒരാൾ പ്രേമിക്കുന്നു. പക്ഷെ അവനെ തിരിച്ച് ആ പ്രേമം തോന്നണ്ടേ? അതൊരു വലിയ കഥയാണ്. അത് ഒരു വിശുദ്ധ പ്രണയത്തിന്റെ കഥയാണ്. ഞാനിത് എങ്ങനെ നിന്നോട് ഇപ്പോ പറയൂ? അതെ, അതൊരു വലിയ കഥയാണ്. അതുകൊണ്ട് അത് നമുക്ക് നാളെ പറയാം. വാ മഞ്ജു, നമുക്ക് റൂമിലോട്ട് പോകാം. കുറച്ചു നേരം ഇരിക്കേട്ടാ, എനിക്കിതൊന്ന് കേൾക്കണം. എന്താ സംഭവം? ആറ്റുനോട്ടി ഞാനൊരു കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോയപ്പോഴാണല്ലോ നാറി അവളുടെ കഥ പറയാൻ തോന്നിയത്. അവള് കഥ പറയാൻ തുടങ്ങിയ ഇന്ന് തീരൂല. എന്നെ കൊണ്ട് ഇതല്ലേ പറ്റൂ. നീ ഇന്ന് രാത്രി ഇവിടെ ഇരിയടാ. യെസ് ചേച്ചി, അത് വളരെയധികം ട്രാജിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. വായോ, കേട്ടിട്ട് വരാം. കം ഓൺ ഗേൾസ്, ഇവന്റെ ഫസ്റ്റ് നൈറ്റ് കൊളാക്കാൻ പറ്റിയ സ്റ്റോറിയാണ്. ലെറ്റ്സ് ഗോ. കുക്കി, ഈ പാട്ടൊന്ന് നിർത്തിക്കേ. എന്നിട്ടൊന്ന് പോയി കിടന്നുറങ്ങിക്കേ. അവര് കെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ. താങ്ങിക്കൊണ്ട് നടക്കാൻ വയ്യേ. ഞാൻ
ഞാൻ ഈ വിഷമം ആരോട് പറയൂ എന്റെ ദൈവമേ. മഞ്ജു പട്ടി വാങ്ങുന്നതല്ല കേട്ടോ, ഇവള് കരയുന്നതാ. ഇതിവിടെ ഇടക്കുള്ളതാ. കുക്കി കൊറേ നേരം നിർത്തിക്കോ, നീലേക്ക് തലയിൽ കൂടി ഞാൻ നല്ല ചുടുവെള്ളം ഒഴിക്കും ഞാൻ. എന്റെ ജീവിതത്തള്ളേ, നിങ്ങൾ തന്നെ ഇത് പറയണം. നിങ്ങളല്ലേ തെക്കേലെ സാറയുടെ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ജൂണിന്റെ അമ്മ അവളെ അവൻ ആലോചിച്ചത്. ഇനി ഞാനിനി എന്ത് ചെയ്യും? ഇങ്ങനെ മോങ്ങി മോങ്ങി അവക്ക് ശീലമുള്ളതാ. വാ മഞ്ജു, നമുക്ക് റൂമിലേക്ക് പോകാം. നിന്റെ ഫസ്റ്റ് ഡേറ്റ് കൊളാക്കി തരട തെണ്ടി. മഞ്ജു ഇത് കേൾക്കണം, ഇവളുടെ കഥ കേൾക്കണം. ആരുടെ കരളലിയിക്കുന്ന ഒരു വിശാലമായ പ്രണയകഥ. കുക്കി, നമുക്ക് നാളെ രാവിലെ പറഞ്ഞ പോരെ? ഞാനിത് രാവിലെ പറഞ്ഞാലും രാത്രി പറഞ്ഞാലും ഇത് തന്നെയാണല്ലോ എന്റെ അവസ്ഥ. എന്റെ ദൈവമേ, എന്റെ ചൂടെന്റെ കൈ വിട്ടു പോവാണല്ലോ. എന്റെ മഞ്ജു ചേച്ചി, നിങ്ങളിത് കേൾക്കണം. ഞാൻ എത്ര വർഷമായി അങ്ങേരെ ഇങ്ങനെ പ്രേമിക്കുന്നു. കുക്കി, നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞ ഞാനിങ്ങനെ കാര്യം അറിയാ. ആരാ ജൂണ്? എന്താ പ്രശ്നം? അവനെന്താ നിന്നെ തേച്ചോ? ആരെയും തേച്ചിട്ടൊന്നുമല്ലോ മഞ്ജേച്ചി. ഇതൊരു വൺ സൈഡ് ലവ്. എനിക്ക് എന്റെ വിയൊപ്പയോടുള്ള പോലെ. അത്രയുള്ളൂ കാര്യം. വാ മഞ്ജു, നമുക്ക് പോയി കിടക്കാതെ. കം ഓൺ ഗേൾ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഒരാൾ ഇവിടെ നെഞ്ചു പൊട്ടി നിൽക്കുമ്പോഴാണോ കിടക്കാൻ പോകുന്നേ? നീ പറ കുക്കി, എന്താ പ്രശ്നം? പറയണ്ട കുക്കി, എന്റെ ഫസ്റ്റ് വള്ളി പുള്ളി തെറ്റാതെ പറ കുക്കി. നീ വെള്ളം കിട്ടാതെ ചാവൂടെ തെണ്ടി. 1997 അന്ന് ഞാൻ മുട്ടിലെഴുന്ന പ്രായം. അന്നാണ് ഞങ്ങളുടെ പ്രണയകഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുക്കി, കുറച്ച് കുറക്കാൻ പറ്റുമോ? അത് ഇത്തിരി കൂടിപ്പോയില്ലേ? ശരിയാ, പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി. എന്തായാലും അങ്ങനെ കുറിച്ച് പറയുമ്പോ പിന്നെ ഞാൻ അങ്ങനെ പിശുക്ക് കാണിക്കാറില്ല. ചേച്ചിക്കൊരു കാര്യം അറിയോ? ചേച്ചിന്റെ ചൂടിനെ കണ്ടിട്ടുണ്ടോ? എന്തൊരു ഹാൻഡ്സ് ആണെന്നോ. നല്ല കുഞ്ഞി കണ്ണുകളും പിന്നെ അങ്ങേരുടെ സ്റ്റൈലും ചിരിയും. പിന്നെ വേണ്ട കുക്കി, തനിക്ക് എന്ത് കണ്ടിട്ട് ക്രഷ് അടിച്ചതെന്ന് മാത്രം പറയില്ലേ. ഇത്ര മതി പറഞ്ഞത് കുക്കി. കുക്കി, നീ ജൂണിനെ കണ്ടതും പരിചയപ്പെട്ടതും നീ പ്രപ്പോസ് ചെയ്തതും ഒക്കെ എനിക്ക് ഒന്നുകൂടി ഒന്ന് അറിയണം. കുക്കി, നീ അതങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറ. എന്നാ ഞാൻ പറയാം. അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ ജൂണിനെ ആദ്യമായിട്ട് കാണുന്നത് +2 പഠിക്കുന്ന സമയത്താ. അന്ന് അവിടെ ട്രെയിനിങ് ടീച്ചറായിട്ട് വന്നതായിരുന്നു ജൂൺ. ഞാനാണെങ്കിൽ അന്ന് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ഈ നട്ടപ്പാവിക്ക് നട്ടാ കുറുക്കാത്ത നോണ പറയാതെ കുക്കി. എന്നാ ചേച്ചി അതിന്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങ് ആലോചിച്ചാൽ മതി. ഏതെങ്കിലും മാഫിയ വന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നെ കല്യാണം കഴിക്കുന്നൊക്കെ ആയിരുന്നു ഞാൻ ആലോചിച്ച് വെച്ചിരുന്നത്. അങ്ങനെ എന്റെ എല്ലാ സങ്കല്പങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് അന്ന് എന്റെ ജൂൺ എന്റെ ജീവിതത്തിലേക്ക് വന്നു. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ട്രെയിനിങ് ടീച്ചർ വരികയാണ്. സോ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. എന്തെങ്കിലും കച്ചർ സ്വഭാവം കാണിച്ചെന്നറിഞ്ഞ കുക്കി കേൾക്കുന്നുണ്ടോ? അതിന് സാറേ, ഞാൻ ക്ലാസ് എടുക്കുമ്പോ കച്ചറ സ്വഭാവം കാണിക്കാറില്ലല്ലോ. സാധാരണ ഞാൻ ഉറങ്ങി സഞ്ചരിക്കാറില്ലേ പതിവ്. നീ നന്നാവുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ജൂണെ, കം ഹിയർ. ഹായ് സ്റ്റുഡൻസ്. ഓക്കെ സ്റ്റുഡൻസ്, ഞാനാണ് നിങ്ങളുടെ പുതിയ മെന്റർ. സോ നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരെ വെച്ച് പരിചയപ്പെടാം. ഓക്കെ? എനിക്ക് ക്രഷ് അടിച്ച്. ഞാൻ ഇത് ആരോടെങ്കിലും ഒന്ന് പറയണല്ലോ. ആ തെണ്ടി ഇന്ന് ലേറ്റ് ആണല്ലോ. എന്റെ കർത്താവേ, ഇന്ന് ഞാൻ ലേറ്റ്. ഇന്ന് അങ്ങേന്റെ വായുള്ളത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ഇതേതോ പുതിയ സാർ. സോ കാര്യങ്ങൾ സിമ്പിൾ അല്ലേ? ആരാ? എന്താ? നീ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണോ? സാർ ഇന്നത്തേക്ക് ക്ഷമി, ഞാൻ അഭിനവ്. ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ആദ്യമായിട്ടാ? ഓക്കെ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോ ഞാൻ നിങ്ങളുടെ പുതിയ സാറാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സ്റ്റുഡന്റ്, ലിസൺ ടു മീ. എന്റെ ചെക്കൻ എന്നെ പാവാലേ, എന്ത് ക്യൂട്ടാ കാണാന്. ആ ചിരി നോക്കിക്കേ. ഞാൻ ഇങ്ങനെ പോയ ഇപ്പൊ തന്നെ നിങ്ങൾ കയറി പ്രപ്പോസ് ചെയ്തേക്കും. ഈ സൗന്ദര്യം എനിക്ക് ശാപായോ? എന്നാ നീ കയറി പ്രപ്പോസ് ചെയ്തേക്കടി. മിണ്ടാതിരിട മാങ്ങാടി തല. നിന്നെ ആരാ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ വന്ന പുതിയ സാറിനെ കുറിച്ചാ പറയുന്നത്. താങ്ക്സ്. ഞാൻ പോയി ചെയ്താലോടാ. എങ്കിൽ വേഗം വിട്ടോ, ഇല്ലെങ്കിൽ രേണു ടീച്ചർ അടിച്ചു പറ്റും. ഹായ് സർ, ഗുഡ് മോർണിംഗ്. അല്ല, ആരിത് കുക്കിയോ? വെരി വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ജൂൺ സർ. അല്ല, ഞാൻ ഇതുവരെ എന്റെ പേര് സാറോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ സാറിന് അറിയാം?
അതെന്ത് ചോദ്യ കുക്കി? ഞാൻ എങ്ങനെ നിന്നെ ഓർക്കാതിരിക്കും? നമ്മൾ ഒരുമിച്ച് ഒരുപാട് കളിച്ചതാ ചെറുപ്പത്തില്. ഞാൻ നിന്റെ വീടിന്റെ അടുത്തുള്ള മറിയാന്റിയുടെ മോൻ ജോൺ. അതെയോ, പ്ലസ് ടു കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോയ? അയ്യോ, താരാകെ മാറിപ്പോയല്ലോ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇനിയിപ്പോ ധൈര്യമായിട്ട് കാര്യം പറയാലോ. ജോണിച്ചാനോട് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോ പറഞ്ഞോട്ടെ. നീ പറ കുക്കി, എന്താ നിനക്ക് പറയാനുള്ളത്? ഐ തിങ്ക് ഐ ആം ഇൻ ലവ്. ഐ മീൻ ഐ ലവ് യു. ഓ, ഞാൻ തന്നെ എത്രത്തോളം എടുത്തു നടന്നതാ. ഐ ലവ് യു ടു. പിന്നെ താനീ പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിലാണെങ്കിൽ കുക്കി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അതിന്റെ ഏജിന്റെ പ്രോബ്ലം. കുക്കി പോയി പഠിക്ക്. ജോണിച്ചാൻ ഇവിടെ തന്നെ കാണും. ഓക്കെ, ബൈ. അതായിരുന്നു ചേച്ചി എന്റെ ഫസ്റ്റ് റിജക്ഷൻ. എന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. പിന്നെ എന്ത് സംഭവിക്കാൻ? അവൾ വീണ്ടും പ്രപ്പോസ് ചെയ്യും, മൂഞ്ചും, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് മൂങ്ങും. ഇതൊക്കെ ശീലായതാ. അതെ, എനിക്കിത് ശീലായതാ. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയി കിടന്നു, ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയട്ടെ. അതെ, അവളൊന്ന് ഒറ്റയ്ക്കിരുന്ന് മനസ്സറിഞ്ഞ് കരഞ്ഞോട്ടെ. നമുക്ക് പോയി കിടക്കാം മഞ്ജു, വാന്നേ. അയ്യോ, ഇതെങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. അല്ല കുക്കി, നീ ആ പൊട്ടന്റെ ഒപ്പം കൂടി ജൂണിനെ വളക്കാൻ 101 വൈകൾ ഇറക്കില്ലായിരുന്നു? അതിന് 2 വൈ പറയണ്ടോ കുക്കി? ആണോ കുക്കി? അതെ ചേച്ചി, പക്ഷെ ആ 101 ചീറ്റിപ്പോയി. എങ്കിൽ അതിന് 1-2 പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. എന്തിന് 1-2 ആക്കുന്നു കുക്കി? മുഴുവങ്ങ് പറ. ചേച്ചിക്കൊരു കാര്യം അറിയോ? അതിലൊരു വഴിയായിരുന്നു കുടുംബശ്രീയുടെ മുന്നിൽ ഞങ്ങൾ തമ്മിൽ ലവാണെന്ന് ഞാൻ അങ്ങ് എഴുതി ഒട്ടിച്ചു. ബട്ട് ആ തള്ളകൾ അതും വിശ്വസിച്ചില്ല. ഞാൻ റൂമർ പരത്താൻ ശ്രമിച്ചു, ആരും അത് വിശ്വസിച്ചില്ല. എങ്ങനെയൊരു പരാജയം! അതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. പ്ലസ് 2 മുതൽ ഇവിടെ ജോലി കിട്ടും വരെ ഞാൻ അങ്ങേരുടെ പിറകെ പാട്ടും പാടി നടന്ന് ചേച്ചി കൂട്ടിനവനും. കുക്കി, ചെറുപ്പത്തിൽ ഞാൻ നിന്നെ ഒരുപാട് എടുത്തു നടന്നു എന്നതൊന്നും കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വഴക്കൊന്നും പറയാത്തെ. ഇനിയും നീ ഇങ്ങനെ തുടർന്നാ ഞാൻ എങ്ങനെ റിയേറ്റ് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ സംഭവത്തിന് ശേഷം അങ്ങേരുടെ പിന്നാലെ കോപ്രായം കാട്ടി നടക്കൽ ഞാനങ്ങ് നിർത്തി. പക്ഷെ ഇന്നോ നാളെ അങ്ങേര് എന്നോട് യെസ് പറയുന്നു കരുതി. ബട്ട് ഈ ജീവിതമുള്ള പണ്ട് എന്നെ എടുത്തു നടക്കാറില്ലെന്ന് തോന്നുന്നു. മുഴുവൻ അങ്ങേരെ എടുത്തു നടന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാത്ത. പോരാത്തതിന് ഏതോ പെണ്ണിനെ പൊക്കി പറഞ്ഞിരിക്കുന്നു. അതിന് പകരം എന്നെ 2 വാക്ക് പൊക്കി പറഞ്ഞാൽ എന്താ ജീനി? അതിന് നിനക്ക് എന്തെങ്കിലും പൊക്കി പറയാൻ വേണ്ട എന്റെ കുക്കി? ചെക്ക, നിനക്ക് കെട്ട പെണ്ണ് വേണമെങ്കിൽ ഇവളെ വിളിച്ചോണ്ട് പോയിക്കോ. എനിക്കത് കലി തുള്ളി നിൽക്കുക. നാളെ ആണെങ്കിൽ ആ ജൂൺ പെണ്ണ് കാണാൻ പോവാം. അതെങ്ങാനും കണ്ട് സെറ്റായ പിന്നെ എന്റെ ലവ് സ്റ്റോറി എന്താകും? മിണ്ടാതിരുന്നോ, അവക്ക് ഭ്രാന്തിളകി നിൽക്കുക. മഞ്ജു, ഇത്രയുള്ള അവളുടെ ലവ് സ്റ്റോറി. 1 സൈഡ് ലവ്. എന്നാ നമുക്ക് പോയി കിടന്നാലോ? അല്ല, ടൈം ഒരുപാടായി. എനിക്ക് കുക്കി നിന്റെ വിഷമം മനസ്സിലാകും. എനിക്ക് മാത്രമേ മനസ്സിലാകൂ. വാട്ട് എ ട്രാജിക് ലവ് സ്റ്റോറി. നീ എങ്ങനെ ഈ വേദന താകുന്നു കുക്കി? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്കില്ലാത്തൊരു ജീവിതം ഇനി എനിക്കും വേണ്ട. മഞ്ജു, ശരിക്കും നീ ഇവളുടെ ലവ് സ്റ്റോറി കേട്ടിട്ടാണ് ഈ കരയുന്നത്? അതെ, എന്റെ കുക്കിയുടെ ജീവിതം സെറ്റായിട്ട് മതി ഇനി നമുക്കൊരു ജീവിതം. ഇവളേതോ സീരിയൽ ഭ്രാന്തിയാ. എന്റെ ജീവിതം നായ നക്കിയല്ലോ. ഈ കുക്കിയുടെ പ്രേമം നടക്കാൻ പോകുന്നില്ല. അയ്യോ ചേച്ചി, എന്റെ തങ്കക്കൂട, ചേച്ചിക്ക് വരെ മനസ്സിലായി, എന്നിട്ടോ ജൂണേട്ടന് മനസ്സിലായില്ലല്ലോ. ഞാനിനി എന്ത് ചെയ്യും? അയ്യോ, ഈ ജീവിതമൊക്കെ എന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാ എന്നെ കല്യാണം ആലോചിക്കില്ലായിരുന്നു. എന്നാലും എന്റെ ജീനി ഇപ്പൊ 2 പേര് കിടന്ന് മോങ്ങുന്നു. നിർത്തുന്നുണ്ടോ നിങ്ങൾ 2 പേരും? അവൻ ആദ്യം പോയി കണ്ടുവരട്ടെ, എന്നിട്ട് ആലോചിക്കാം നമുക്ക് എന്ത് വേണം വേണ്ടാന്ന്. ആരെ ഈ നട്ടപ്പാതിരിക്ക് കയറി വരുന്നമ്മ? അത് ഇവിടെ ഇരിക്കുന്ന എന്നോട് ചോദിച്ചാൽ ഇങ്ങനെ മനസ്സിലാവും. പോയി വാതിൽ തുറന്ന് നോക്കടാ, എന്നാലല്ലേ മനസ്സിലാവും അതാരാന്ന്. ഇവരുടെ കഥ കേട്ട് കരച്ചിലും കേട്ട് എനിക്കൊക്കെ ഭ്രാന്ത് കയറി നിൽക്കുക.
മേ കമ്മിങ്, നിങ്ങളാരും ഉറങ്ങിയില്ലേ? ഇല്ല, ഞങ്ങൾ ഇവിടെ ഒരു സാഡ് സ്റ്റോറി കേൾക്കുമായിരുന്നു. അല്ല, ജോണിച്ചായൻ എന്താ ഈ നട്ടപ്പാതിക്ക്? ജോണേട്ടനോ? ജോണേട്ടൻ എന്താ ഇവിടെ? ചേച്ചി, ഇതാ എന്റെ ജോണേട്ടൻ. കണ്ടില്ലേ? കാണാൻ നല്ല ഹെയർസ് അല്ലേ? ഓ, ഈ രാത്രി കയറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്തിരി മേക്കപ്പ് ഇടട്ടെ. നീ ഇത്ര പെട്ടെന്ന് ഓക്കെയായോ? എനിക്ക് നിന്റെ ലവ് സ്റ്റോറി കേട്ടിട്ട് കരച്ചിലടക്കാൻ പറ്റുന്നില്ല കുക്കി. എനിക്ക് കുക്കിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. എന്നോടോ? എന്താ പറയാനുള്ളത്? വഴക്ക് പറയാനാണെങ്കിൽ നമുക്ക് കുറച്ചങ്ങ് മാറി നിൽക്കാം. ഏയ്, മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് തന്നെ പറയാം. കാരണം ഞാൻ നിന്നെ ഒരുപാട് ആട്ടി ഓടിച്ചതല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിന്നോട് യെസ് പറഞ്ഞാ കൊള്ളാന്ന്. ഞാനങ്ങ് യെസ് പറഞ്ഞോട്ടെ കുക്കി, നിന്റെ പ്രപ്പോസലിന്. ഇതെന്ത് മറിമായം? എനിക്ക് വട്ടായതാണോ അതോ ജൂണിന് വട്ടായോ? ഏയ്, വട്ടായതൊന്നുമല്ല. ഇന്ന് എനിക്ക് ആദ്യമായിട്ട് ലൈഫിൽ ഒരു റിജക്ഷൻ കിട്ടി. എന്റെ അമ്മ ഏതോ ഒരു പെണ്ണിനെ എന്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. ആ പെണ്ണിനെ എന്നെ പിടിച്ചില്ല പോലും. അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ആലോചിച്ചത്. എത്ര കാലമായി ഞാൻ നിന്നെ റിജക്ട് ചെയ്യുന്നു. നിന്റെ വേദന ഞാനിതാ ഇന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ കരുതി ഞാൻ നിന്നോട് യെസ് പറഞ്ഞേക്കാന്ന്. ഇത് സ്വപ്നമല്ലല്ലോ. ജീനി എന്നെ വിളിക്കേ. ചീനിത്തള്ളെ അവസരം മുതലാക്കുന്നു. എന്നാലും എന്റെ ചൂട് ഇവിടെ നിൽക്കുന്നോണ്ടായില്ലെങ്കിൽ ഞാൻ. അല്ല, ആ പെൺകുട്ടി എന്ത് പറഞ്ഞാ തന്നെ റിജക്ട് ചെയ്തേ? ആ പെൺകുട്ടി പറഞ്ഞു പോലും എന്റെ ഹൈറ്റ് ഇത്തിരി ഓവറാന്ന്, അതുകൊണ്ട് എന്നെ കെട്ടാൻ പറ്റത്തില്ലെന്ന്. ജൂണേ, ഏതാണ് ആ പെൺകുട്ടി? ആ പെൺകുട്ടിയുടെ അഡ്രസ്സിങ് തന്നേക്ക്. ജൂണെ കുറ്റം പറഞ്ഞ ഒരാളെ അധികം ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനങ്ങ് തട്ടിക്കളഞ്ഞേക്കാൻ ജൂൺ. വേണ്ട കുക്കി, അങ്ങനൊന്നും ചെയ്യല്ലേ. ഞാൻ നിനക്കറിയില്ലേ ഷാദിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിലാണെന്ന്. നീ ഒന്ന് അടങ്ങിയിരി. ജൂണ് പറഞ്ഞാൽ പിന്നെ കുക്കിക്ക് മറ്റൊരു വാക്കില്ല. ഇനി കുക്കി മുഴുവൻ ഷാദിയുടെയും സമാധാനത്തിന്റെയും പാതയിലാണ്. ഇനി മുതൽ ഇവിടെ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയായിരിക്കും. എന്നാൽ ഞാൻ പോട്ടെ. നാളെ ഞാൻ അമ്മയും കൊണ്ട് പെണ്ണ് കാണാൻ വരാം. കാര്യങ്ങൾ അതിന്റെ രീതിയിൽ തന്നെ നടന്നോട്ടെ കുക്കി. പോകാണോ? നാളെ പോകാ ജൂണേ. കുക്കി മിണ്ടാതിരി. അപ്പോ ഈ ലവ് സ്റ്റോറി നല്ല രീതിയിൽ അവസാനിച്ചു അല്ലേ? അവസാനിച്ച സ്ഥിതിക്ക് നമുക്കിനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പോയി കിടക്കാൻ വെച്ചു. എടാ, നീ ആ മുറ്റത്തേക്ക് നോക്കിക്ക്. സംസാരിച്ച് നേരെ കൊടുത്തു. നിന്റെ കാര്യം കഴിഞ്ഞടാ. എങ്ങനെയുണ്ട് കാണാൻ? സ്വഭാവം കച്ചറയാണെങ്കിലും ഒരുങ്ങി ഇറങ്ങിയപ്പോ കാണാൻ ചേലൊക്കെ ഉണ്ട്. മിക്കവാറും നിന്റെ അന്തി എന്റെ കൈ കൊണ്ടാവും. അനു, ഒന്നും മിണ്ടാതിരി കുക്കി, മിണ്ടാതിരി. ജൂണിതാ വരുന്നത്. അതെ ജൂണെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ ഞാനങ്ങ് പറഞ്ഞോട്ടെ. നിങ്ങളെല്ലാവരും സമ്മതിക്കണം. ഞാനധികം ടൈം വേസ്റ്റ് ചെയ്യാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പിന് ഞാൻ ആ റിങ് അങ്ങ് വാങ്ങി. നമുക്കതങ്ങ് എക്സ്ചേഞ്ച് ചെയ്താലോ? എന്നായാലും ചെയ്യേണ്ടതല്ലേ. അപ്പൊ പിന്നെ കുക്കിയുടെ ഇഷ്ടത്തിന് ആയിക്കോട്ടെ.